കൊച്ചിയുടെ ദീപാവലി ആഘോഷങ്ങൾക്ക് ഇനി ഇരട്ടി സ്വർണ്ണശോഭ. ഒക്ടോബർ 29 മുതൽ നവംബർ 2 വരെ കൈനിറയെ ഓഫറുകളും സമ്മാനങ്ങളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ദീപാവലി ഡബിൾ ധമാക്ക. ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ടിന്റെ എത്ര ചെറിയ പർച്ചേസുകൾക്കുമൊപ്പം സ്വന്തമാക്കാം ഒരു ഡിന്നർ സെറ്റ്. എല്ലാ സിൽവർ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനവുമുണ്ട്. തീർന്നില്ല, വെഡിംഗ് പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ഒപ്പം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ പുത്തൻ പുതിയ 916 സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുവാനുള്ള അവസരവും. അപ്പോ എങ്ങനാ ഈ ദീപാവലി തോപ്പുംപടി നക്ഷത്രയ്ക്കൊപ്പം ഇരട്ടി ആഘോഷാക്കല്ലേ? നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തോപ്പുംപടി, MG റോഡ്, എറണാകുളം, ആലുവ, പെരുമ്പാവൂർ. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ. കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. കൊച്ചി പ്രസ് ക്ലബിന്റെ പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള നിർവഹിച്ചു. കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരുടെ ചിരകാല സ്വപ്നമായ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. തോപ്പുംപടി BOT പാലത്തിന് കൊച്ചി പ്രസ് ക്ലബിന്റെ സമീപത്ത് തന്നെയാണ് കോൺഫറൻസ് ഹാളും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നിരവധി ജനപ്രതിനിധികളുടെയും സാമൂഹിക സാംസ്കാരിക വ്യാപാരി സമൂഹത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള കൊച്ചി പ്രസ് ക്ലബിന്റെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാം ഘട്ടം പ്രവർത്തനം ആരംഭിക്കുമെന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്ഥലമേറ്റെടുക്കലും മാനേജ്മെന്റ് നടത്തിപ്പിനുമായി GCDAയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 5-ാം തീയതി ആദ്യ യോഗം നടക്കും. തുടർന്ന് MOU ഒപ്പിടുമെന്നും GCDA ചെയർമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഞാനൊരു തെറ്റുകയും ചെയ്തു. 10 പറഞ്ഞിട്ട് 10 വരുന്നത് അമ്പലമേടെ FHC തൊഴിലാളികളുടെ ഒരു സമ്മേളനത്തിന് വേണ്ടി 7 മണിക്ക് പോയി. ഉദ്ദേശിച്ചതിനേക്കാൾ കൂടി പ്രശ്നം വന്നതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ വിളിക്കുമ്പോൾ അഭ്യർത്ഥിക്കുക. പിന്നെ കൈവശം തർക്കമൊന്നും ഇപ്പോൾ എടുക്കേണ്ട കാര്യമില്ല. കൈവണ്ടിക്ക് അത് നോക്കണം. കേട്ടില്ലല്ലേ? ലീഗലി ഫിറ്റായിട്ട് ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ മതി. അത് പരമാവധി വേണ്ട ഗവൺമെന്റ് അംഗീകാരമാണ്. സിമ്പിൾ. പ്രസ് പീപ്പിളാണ്. പ്രസ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ വിശുദ്ധിയുണ്ട്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ നല്ല സഹകരണത്തിലാണ്. കണ്ടാലറിയാം അങ്ങനെ വേണം താൻ. അത്രമാത്രം പ്രശ്നങ്ങളുള്ള ഒരു മേഖലയെ പ്രതികരിക്കുന്ന നിലയ്ക്ക് നിങ്ങളുടെ ആ കൂട്ടായ്മ നിങ്ങൾക്ക് ഇനിയും ഗുണം ചെയ്യും. ഞാൻ വിഷയങ്ങളൊന്നും പറയട്ടെ, പരസ്പരം അറിയാവുന്നു. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനുശേഷം GCയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സഹകരണം വേണം. അതൊരു അഭ്യർത്ഥനയാണ്. ഞങ്ങൾ കുറച്ചുകൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജില്ലയിൽ 50 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകളോട് GCDയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ എക്സ്പെർട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരുപാട് പേര് വന്നു. അങ്ങനെ വന്ന സമയത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ അവർക്ക് ഭൂമിയോടെന്ന് പറഞ്ഞു വന്നു. അതിനൊപ്പം തന്നെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അവർ ടെൻഡർ കമ്പിക്കുമ്പോഴാണ് ഞങ്ങൾ കൊടുത്തു. അതിന് വരുമ്പോൾ ഇപ്പോൾ 66 ഏക്കർ സ്ഥലത്ത് പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ധാരണയായിരുന്നു. ഇതൊരു അറിയിപ്പാണ്. അത് ഭൂമി കുറച്ച് പറയാൻ മാറ്റിയൊക്കെ ചെങ്ങമനാണ് എയർപോർട്ടിന്റെ പടിഞ്ഞാറ്. അപ്പൊ അത് വരുന്നതോടുകൂടി നമ്മുടെ വികസനത്തിന്റെ ഒരു തള്ള അങ്ങോട്ട് വരും. ആ ഒരു മാറ്റത്തിനിടയാകും. ഇങ്ങോട്ടുണ്ട് ഞാൻ പറയാം. അതൊക്കെ വെറുതെ പറഞ്ഞ ഉത്തരവാദിത്തം വേണം. അപ്പോ സ്ഥലത്തിന്റെ ലഭ്യത പ്രധാനമാണ്. ഈ 2 കാര്യങ്ങൾ പറയുന്നത് അത് 400 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റാണ്. 400 കോടി പൈസയുടെ ക്ഷാമമുള്ളവരല്ല. ഈ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡുണ്ട്, BCCI, അവർ പൈസ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് രണ്ടും വന്നാൽ നമുക്ക് ഇത് കൂടാണ്ട് വർഷങ്ങളായി കൊച്ചി പ്രസ് ക്ലബ് ഒരു ചെറിയ മുറിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ തന്നെയായിരുന്നു പ്രസ് മീറ്റും നടന്നിരുന്നത്.
എന്നാൽ അതിൽ നിന്നൊക്കെ മോചനം വരികയാണ്. ഇന്ന് പ്രസ് മീറ്റ് നടത്തുന്നതിനുള്ള കോൺഫറൻസ് ഹാളാണ് കൊച്ചി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് VP ശ്രീലൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കൊച്ചിയിലെ പ്രസ് ക്ലബ്ബ് അല്ലെങ്കിൽ പത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസമാണ്. നമ്മൾ കുറെ കാലമായി എല്ലാ കാലത്തും നമ്മൾ തിങ്ങി ഞെരുങ്ങി ഒരു അത്യാവശ്യം പ്രവർത്തിക്കാൻ സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഓഫീസുമായി തുടരുകയായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്നവരെ കൊച്ചി എല്ലാ കാലത്തും ഇങ്ങനെ ഇല്ലായ്മകളുടെയും പരിമിതികളുടെയും ഒരു നടുവിലാണ് എപ്പോഴും നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നമ്മൾ എല്ലാ മേഖലകളിലും ആ പ്രശ്നങ്ങൾ പതുക്കെ മാറി വരികയാണ്. GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുകയും പിന്നീട് നടന്ന പൊതുയോഗത്തിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. KJ മാക്സി MLA, GCDA എക്സിക്യൂട്ടീവ് അംഗം AB സാബു, മുൻ GCDA ചെയർമാൻ N. വേണുഗോപാൽ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK അഷ്റഫ്, ഷീബാലാൽ, അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, CPIM കൊച്ചി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KM റിയാദ്, ഫാത്തിമ ആശുപത്രി ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പാലിയത്തറ, കൗൺസിലർമാരായ K. മനാഫ്, M. ഹബീബുള്ള, PM ഇസ്മുദ്ദീൻ, കൊച്ചി പ്രസ് ക്ലബ് സെക്രട്ടറി KB സലാം, വൈസ് പ്രസിഡന്റ് അഭിലാഷ് തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടക്കത്തിലെടുത്തത് വേണമെങ്കിൽ ചന്ദ്രൻപിള്ള സഖാവിന്റെ കൂടി സഹായം ലഭിച്ചുകൊണ്ട് നമുക്ക് ആ സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയും. വലിയ രീതിയിൽ ഈ കോൺഫറൻസ് ഹാള് നവീകരിക്കാനും പിടിക്കുവാനൊക്കെ നമുക്ക് സഹായം ചെയ്തു തന്ന ഒത്തിരി ആളുകളുണ്ട്. AM നൗഷാദുണ്ട്, വ്യാപാരി വ്യവസായിയുടെ നമ്മുടെ പ്രിയപ്പെട്ട SA ലത്തീഫ്, അതുപോലെ TK അഷ്റഫ് ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. നമുക്ക് കൊച്ചിക്ക് ഒരുപാട് ആശ്വാസമായി. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പ്രസ് കോൺഫറൻസ് എറണാകുളത്തേക്ക് പോകണമായിരുന്നു. സാധാരണക്കാരും ചെറിയ സംഘടനകളും ചെറിയ സംഭവങ്ങളും എല്ലാം അത്തരം ഒരു പ്രസ് ക്ലബിലേക്ക് പോകുന്ന പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. നമ്മളിവിടെ കൊണ്ട് ഒതുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് പത്രങ്ങളുടെ ബോക്സുകളിൽ കൊണ്ടുപോയിട്ട് ഉൾപ്പെടുകയോ ചെയ്യുന്ന പരിപാടിയായിരുന്നു കൊച്ചിയിൽ പണ്ടുണ്ടായിരുന്നു. കൊടുസ് മുറിയിൽ നിന്ന് ഒരല്പം കൂടി വിശാലമായ ഒരു കോൺഫറൻസ് ഹാളിലേക്ക് കൊച്ചി പ്രസ് ക്ലബിന്റെ പ്രവർത്തനം മാറ്റിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ കുറേയേറെ നാളുകളായി ഇതിന്റെ പുറകിൽ ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം ഞങ്ങൾക്ക് വേണമെന്നുള്ള ഞങ്ങളുടെ മനസ്സിന്റെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി പേരുണ്ട് നിരന്തരമായി. നമുക്കറിയാം, മാധ്യമ ലോകം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മള് നോൺ ഒഫീഷ്യലായിട്ട് നമ്മൾ പറയുന്നത് 4ാം തൂൺ എന്ന് തന്നെയാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് എത്രത്തോളം മാധ്യമങ്ങൾക്ക് എത്രത്തോളമാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു ജനാധിപത്യ സംരക്ഷണത്തിന് ഉതകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും പറഞ്ഞു ഒരു രേഖയില്ല എന്ന് പറഞ്ഞു. ഞാനൊരു വക്കീലും കൂടിയാണ്. എന്തൊക്കെ വന്നാലും രേഖയില്ലെങ്കിലും കൈവശം തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോ നിങ്ങൾക്ക് ഇത് കൈവശം തന്നിരിക്കുന്നത് നമ്മളുടെ ജനാധിപത്യ സംരക്ഷണത്തിനും നമ്മളുടെ സമൂഹത്തിന് നല്ലത് വരുത്തുന്നതിനു വേണ്ടിയാണ്. തീർച്ചയായിട്ടും കൊച്ചിയിലെ കൊച്ചി പ്രസ് ക്ലബിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച AM നൗഷാദ്, പൗരപ്രമുഖരായ KM ഹസൻ, ഷാജി കുറുപ്പശ്ശേരി, MP ശിവദത്തൻ, VD മചീന്ദ്രൻ, ക്യാപ്റ്റൻ മോഹൻദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് SA ലത്തീഫ്, ഇടക്കൊച്ചി സലീം കുമാർ, രാജീവ് പള്ളുരുത്തി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മട്ടാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രബാനു, ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ, കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി, KCOT ട്രസ്റ്റ് സെക്രട്ടറി KD കൃഷ്ണകുമാർ, സുബൈർ പള്ളുരുത്തി, TM റിഫാസ്, സുബൈർ അരൂക്കുറ്റി, KB ജബ്ബാർ, ശിവകുമാർ കമ്പത്ത്, NK ഷെരീഫ്, CP കിഷോർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത്, കൗൺസിലർ CA സുധീർ, നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രസ് ക്ലബ് മെമ്പർമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.